ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതാദ്യമായി ഒരു ഉപരാഷ്ട്രപതി രാജിവെച്ചിരിക്കുന്നു. ഇതിനു മുമ്പ് രാജിവെച്ച ഉപരാഷ്ട്രപതി ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? VV ഗിരി. അദ്ദേഹം പ്രസിഡന്റ് പദവിയിൽ എത്തുന്നതിന് വേണ്ടിയാണ് രാജിവെച്ചത്. പക്ഷേ ഉപരാഷ്ട്രപതി പദം മിഡ് ടേമിൽ, അതായത് പ്രസിഡന്റ് പദവിക്കല്ലാതെ രാജിവെച്ച ഒരേ ഒരു വ്യക്തി അത് ജഗദീപ് ധൻഖറാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് രാജിക്കത്ത് പ്രസിഡന്റിന്റെ വസതിയിലെത്തി സമർപ്പിച്ചത്. ഇന്നത്തോടെ അദ്ദേഹം റിസൈൻ ചെയ്യുകയാണ് എന്നാണ് ഇതുവരെയുള്ള വ്യക്തമായിട്ടുള്ള അറിവ്. അദ്ദേഹത്തിന്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ 1951 മെയ് 18 അദ്ദേഹം നമ്മുടെ രാജസ്ഥാനിൽ ജനിക്കുന്നത്. രാജസ്ഥാനിൽ ജനിക്കുന്നു. അവിടുന്ന് ശേഷം അദ്ദേഹം സൈനിക സ്കൂളിൽ പ്രവേശനം നേടുന്നു. അതിനുശേഷം അദ്ദേഹം നിയമബിരുദത്തിൽ ബിരുദമെടുക്കുന്നു. അതിനുശേഷം അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നു. എന്നിരുന്നാലും ഒരു കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട്. ജനതാദളിലൂടെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം 1991 കോൺഗ്രസിൽ അംഗത്വം എടുക്കുന്നു. അതിനുശേഷമാണ് അദ്ദേഹം BJPയിൽ അംഗത്വം നേടുന്നത്. 2003 അദ്ദേഹം BJPയിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നത്. ശേഷം അദ്ദേഹം വെസ്റ്റ് ബംഗാളിന്റെ ഗവർണറായി 2019. 2019 മുതൽ 2022 വരെ അദ്ദേഹം വെസ്റ്റ് ബംഗാൾ ഗവർണറായിരുന്നു. 2022 ഓഗസ്റ്റ് മുതൽ 2027 ഓഗസ്റ്റ് വരെയായിരുന്നു അദ്ദേഹത്തിന്റെ കാലയളവ്. പക്ഷേ ആ കാലയളവ് പൂർത്തിയാക്കുന്നതിന് മുമ്പാണ് അദ്ദേഹം രാജിവെച്ചത്. ആരോഗ്യപരമായ കാരണങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് എങ്കിലും BJPയുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് എന്ന് പ്രതിപക്ഷം കോൺഗ്രസ് വാദിക്കുന്നുണ്ട്. പക്ഷേ ഇനി ആരായിരിക്കും നമ്മുടെ അടുത്ത ഉപരാഷ്ട്രപതി എന്നുള്ളത് ഒരു ചർച്ചയാണ്. ഒരു ഉപരാഷ്ട്രപതിയുടെ മാസശമ്പളം എത്രയാണെന്ന് അറിയാമോ? അറിയുന്നവർ കമന്റ് ചെയ്യണം. 4 ലക്ഷം രൂപ വരെയാണ്. 4 ലക്ഷം രൂപ വരെ എന്ന് തൊട്ടാണ് അത് മാറ്റം വരുത്തിയത്? 2018 മുതലാണ് ഈ 4 ലക്ഷം രൂപയാക്കി മാറ്റിയത്. അതിനു മുമ്പ് മാസശമ്പളം ഇത്രയായിരുന്നില്ല. അതുപോലെ തന്നെ ഇവർക്ക് ഫ്രീ അലവൻസ്, ഫ്രീ മെഡിക്കൽ ചെക്കപ്പ്, അതുപോലെ തന്നെ വൈഫിനാണെങ്കിലും ഇതുപോലെ എല്ലാ സൗകര്യങ്ങളും നൽകുന്നുണ്ട്. രാഷ്ട്രപതിയുടെ വൈഫിനും അതേ സ്റ്റാറ്റസും അതേ സൗകര്യങ്ങളും നൽകുന്നുണ്ട്. പക്ഷെ ഒരു ഉപരാഷ്ട്രപതി രാജിവെച്ചിട്ട് പോകുന്നത് ഇതാദ്യമായതുകൊണ്ട് അദ്ദേഹത്തിന് അതേ സേവനങ്ങൾ ലഭിക്കുമോ എന്നുള്ളത് സംശയമാണ്. എന്നിരുന്നാലും പറയുന്നത് നമ്മൾ രാജിവെച്ച് പോകുന്നത്, അതായത് 2 വർഷക്കാലത്തോളം ഉപരാഷ്ട്രപതി പദം സേവിച്ചിട്ടാണ് അദ്ദേഹം രാജിവെച്ച് പോകുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് അതേ ആനുകൂല്യങ്ങൾ കിട്ടുമെന്നാണ് പറയുന്നത്. വ്യക്തതയില്ല. എന്നിരുന്നാലും അദ്ദേഹത്തിന് ആനുകൂല്യങ്ങൾ കിട്ടട്ടെ. അദ്ദേഹത്തിന്റെ ഭാവി ജീവിതം ശുഭകരമാകട്ടെ. ഇനി അദ്ദേഹത്തിന്റെ താല്പര്യങ്ങളും ആരോഗ്യപരമായ കാരണങ്ങളാണെങ്കിലും. പക്ഷെ ഇനി ആരാണ് ഇലക്ട്രൽ കോളേജ് തീരുമാനമെടുത്ത് ഇനി ആരായിരിക്കും ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയിലേക്ക് എത്തുന്നതെന്നുള്ളത് നമ്മൾ കാണേണ്ട കാഴ്ചയാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയം എങ്ങോട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വ്യക്തമായി നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട്.